എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി രാത്രിയിൽ. ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ, ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക്. അങ്ങനെ ഒടുവിൽ അവസാനം കിച്ചു സുധി ചെയ്ത് കൂട്ടിയ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഫാദർ ബിഷപ്പ് നോബൽ ഫിലിപ്പ് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഈ പറയുന്ന കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചെയ്ത വീഡിയോ പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായിരുന്നു പുള്ളിക്കാരന്റെ ഭീഷണി? ഇനി കിച്ചു രേണുവിനെതിരെ ഒരു അക്ഷരം സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ, കിച്ചു മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല എങ്കിൽ കിച്ചുവിന്റെ പല കാര്യങ്ങളും ഞാൻ പബ്ലിക്കിന് മുന്നിൽ വിളിച്ചു പറയും. അതോടെ കിച്ചു നാറും, കിച്ചുവിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്, മര്യാദയ്ക്ക് ജീവിച്ചു പോയാൽ കിച്ചുവിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫാദർ പൊട്ടിത്തെറിച്ച് കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൻ വൈറലായിരുന്നു. നമ്മളടക്കം അന്നതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഫാദർ നോബൽ ഫിലിപ്പിനെ സംബന്ധിച്ചിടത്തോളം കൂടിപ്പോയ കിച്ചുവിനെ കുറിച്ച് എന്ത് പറയാനുണ്ടാകും? കിച്ചു പണ്ടപ്പോഴും വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യം പറയാനുണ്ടാകും. അതല്ലെങ്കിൽ ഈ പറയുന്ന കിച്ചു പണ്ട് കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അതും പറയാനുണ്ടാകും. ഇതൊക്കെ പബ്ലിക്കിനെ അറിയാവുന്ന സംഗതികളൊക്കെ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വല്ല പെണ്ണ് കേസോ പീഡന കേസോ ഒന്നും കിച്ചുവിനെതിരെ ഈ പറയുന്ന ഫാദർ നോബൽ ഫിലിപ്പിന് പറയാനുണ്ടാവില്ല. ഈ കഞ്ചാവ് കേസും വണ്ടിയിടിച്ച കഥയൊക്കെ തന്നെ പുള്ളിക്കാരന് പറയാനുണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒടുവിൽ കിച്ചു ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബിഷപ്പ് നോബൽ ഫിലിപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ വെളിപ്പെടുത്തലൊന്ന് കണ്ടു നോക്കാം. ഇനി ബിഷപ്പിന്റെ വെളിപ്പെടുത്തലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. എന്നാൽ മാത്രമേ മൂപ്പര് ഇനി പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സംഭവം മറ്റൊന്നുമല്ല, രേണുസുധിയും രേണുസുധിയുടെ ഋതപ്പനും ഇപ്പൊ താമസിക്കുന്ന വീട്, ആ വീടിന് സ്ഥലം കൊടുത്തത് ഈ പറയുന്ന ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പാണ് അല്ലെ? അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ ബിഷപ്പ് ഫ്രീ ആയി കൊടുത്ത സ്ഥലത്താണ് ഇപ്പൊ ഋതപ്പനും രേണുസുധിയും കൂടി വീടെടുത്ത് താമസിക്കുന്നത്. ആ വീടെന്ന് പറയുന്നത് കിച്ചുവിനും കൂടി അവകാശപ്പെട്ടതാണ്. പക്ഷെ കിച്ചു ഇപ്പൊ അവിടെ താമസിക്കുന്നില്ല. പകരം കിച്ചു അവന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. എന്നിരുന്നാലും രേണുവിന് ഋതപ്പനും താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ രേണുവും ബിഷപ്പും തമ്മിൽ വൻ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അത് പലരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന രേണു ബിഷപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു, ബിഷപ്പ് ആണെങ്കിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇങ്ങനെ വന്ന് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ വൻ ഫൈറ്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? രേണുവിന് ക്യാൻസർ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ പറഞ്ഞ ബിഷപ്പ് തന്നെ രേണുവിനെ വീട്ടിൽ പോയി കാണുകയും അത്രയും കാലം അവർ തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യങ്ങളെല്ലാം മറന്ന് അവർ തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യം. പക്ഷെ അവർ ഒന്നിച്ച പശ്ചാത്തലത്തിൽ പിന്നെ നടക്കുന്ന എന്താണ്? അതുവരെ രേണുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ ഫാദർ നോബൽ ഫിലിപ്പ് തന്നെ നൈസായിട്ട് പ്ലേറ്റ് മാറ്റി രേണുവിനെ കുറ്റം പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ പിന്നീട് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മൂപ്പര് രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ രേണുവും കിച്ചുവും തമ്മിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ശത്രുക്കളായിട്ടാണ് കഴിയുന്നത്. ഇപ്പോഴും രേണുവിന് രോഗം വന്ന പശ്ചാത്തലത്തിൽ ഇവർ ഈ ശത്രുത പിന്തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരിപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഒരു അവസരത്തിലാണ് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രേണുവിന് സപ്പോർട്ടായിട്ട് ബിഷപ്പ് ഫാദർ നോബൽ ഫിലിപ്പ് രംഗത്ത് വരുന്നത്. മൂപ്പര് പറയുന്നത് എന്താണ്? കിച്ചു നാട്ടിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, കിച്ചു മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല എങ്കിൽ, രേണുവിനെതിരെ ഇനി വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഞാൻ പുറത്തിടുന്നൊക്കെയാണ് മൂപ്പരുടെ ഭീഷണി. എന്തായാലും ആ ഭീഷണി നിറവേറിക്കൊണ്ട് തന്നെ മൂപ്പര് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. ബിയോണ്ട് ദ സീൻ ബൈ ഇക്കൂസ് എന്ന് പറയുന്ന ചാനലാണ് ഇപ്പൊ ഫാദർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. നമ്മൾ എന്തായാലും മൂപ്പർക്ക് പറയാൻ എന്താണെന്ന് കേട്ടോക്കാം. കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ 2 പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു. പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് പോയേക്കുന്നത് ഫുള്ള് രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൻ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക 1 മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി
അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളൂ ചോദിച്ചു കഴിഞ്ഞാല്, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണുസുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ, കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. ഓക്കെ, അപ്പൊ രേണുവിന്റെ മുൻകാല ജീവിതത്തിൽ രേണുവിന് ഒരുപാട് കുറ്റങ്ങളും പോരായ്മകളും വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവര് രോഗിയായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതെല്ലാം പുറത്തു കെടുക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? വളരെ നല്ല കാര്യം അച്ഛോ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിനെ വലിപ്പം തന്നെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനോട് തന്നെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടു പേർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ന്യായം ആരുടെ ഭാഗത്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ രണ്ടു പേരിൽ ആരാണ് രോഗി എന്ന് നോക്കിയിട്ടാണോ? വല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ ഒരു ഡൗട്ടാണ്. ഇപ്പൊ അവിടെ കിച്ചുവും രേണുസുധിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞ അച്ഛൻ സംസാരിച്ചു വരുന്നത്. ഇവർ തമ്മിലുള്ള ഈ വിഷയം അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് ഇവിടെ കിച്ചു രേണുസുധി വിഷയത്തിൽ ന്യായം കിച്ചുവിന്റെ ഭാഗത്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം ഇപ്പൊ ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രേണു ഒരു രോഗിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും കിച്ചുവിനെ എതിർക്കുകയും ചെയ്യുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് അവിടെ മനസ്സിലാവുന്നില്ല. രോഗിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്നതും ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നതും ഒക്കെ ഓക്കെ, പക്ഷെ അവരുടെ ഭാഗത്ത് മാത്രമാണ് ന്യായം, അവർക്ക് വേണ്ടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കരുത് അച്ഛോ. ഇവിടെ അച്ഛന് പറ്റിയ തെറ്റും അത് തന്നെയാണ്. ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് നോക്കാതെ കണ്ണടിച്ചുകൊണ്ട് ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവണതയാണ് അച്ഛനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ തിരക്കാൻ പോലും അച്ഛൻ തയ്യാറാവുന്നില്ല. അവിടെയാണ് അച്ഛന് പറ്റിയ ഫോൾട്ട് എന്ന് പറയുന്നത്. ശരിക്കും അച്ഛന്റെ പ്രശ്നം എന്താണ്? രേണുസുധി ഇവിടെ രോഗിയായതും കിച്ചു ഇവിടെ രോഗി ആവാത്തതുമാണോ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും അച്ഛൻ ബാക്കി പറഞ്ഞാട്ടെ. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. രണ്ടുപേരും ഇത് സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയരുത് അച്ഛോ. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് രേണുസുധി മാത്രമാണ്. ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കിച്ചുവിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് രേണു തന്നെയല്ലേ? ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ രേണുവിനോട്? അവിടുന്നാണ് എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം നിവൃത്തികേട് കൊണ്ടാണ് കിച്ചു രേണുവിനെതിരെ സംസാരിച്ച് രംഗത്ത് വന്നത്. അതുകൊണ്ട് ഇരു കൂട്ടരും എന്ന് പറയരുത് അച്ഛോ. രേണു തന്നെയാണ് ഇത് തുടങ്ങി വെച്ചത്. എന്തായാലും ബാക്കി പറഞ്ഞാലും മെച്ചാ. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. ശരി, അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടാൻ കാരണക്കാരൻ ആരാണ് അച്ഛോ? അച്ഛൻ തന്നെയല്ലേ. സംഭവത്തിന് നിജസ്ഥിതി എന്താണെന്ന് പോലും അറിയാതെ, കിച്ചുവിന്റെ ഭാഗം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അച്ഛൻ കിച്ചുവിനെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തായാലും അച്ഛൻ ബാക്കി പറഞ്ഞാട്ടെ. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം. ശരി, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ വരാൻ നിൽക്കുന്നത്? അച്ഛൻ തന്നെ 2 വർത്താനം പറയില്ല അച്ഛോ. ബാക്കി പറഞ്ഞാലും. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവര് സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് ഇവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ടുപോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ
പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. ഓക്കെ. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടല്ലേ എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനോട് തിരിച്ചൊരു കാര്യം പറയട്ടെ അച്ഛോ. അച്ഛൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ 1.5 വർഷം മുമ്പ് ഈ പറയുന്ന കിച്ചുവിനെയും കിച്ചുവിന്റെ സുഹൃത്തിനെയും മദ്യപിച്ച വാഹനം ഓടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ചയായ സംഗതിയാണ്. അതിനെ കുറിച്ചാണ് ഇപ്പൊ അച്ഛൻ വലിയ കാര്യം പോലെ സംസാരിച്ചു വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞു പോയ സംഗതിയാണ് അച്ഛോ, എല്ലാവരും അറിഞ്ഞ സംഗതിയാണ്. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറ. അല്ലാണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം വെച്ച് വല്ലാണ്ട് നിങ്ങളെ ഒരു ഭീഷണിപ്പെടുത്താൻ നിൽക്കല്ലേ. ഉള്ളത് പറയാലോ, ഒന്നും തോന്നരുത് അച്ഛോ. അച്ഛന് തീരെ അപ്ഡേറ്റഡ് അല്ല. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അച്ഛന് തീരെ അറിവും ഇല്ല, അതിനെക്കുറിച്ച് ഒരു അപ്ഡേഷനും ഇല്ല. അതുകൊണ്ടാണ് അച്ഛന് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് രേണുസുതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അച്ഛന് ഒട്ടും അപ്ഡേറ്റഡ് അല്ല. അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവണമെന്ന് ഞാൻ പറയുന്നുമില്ല. കഴിയുന്നതും അതൊന്നും ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അമ്മാതിരി തീട്ട കേസാണ് അതൊക്കെ. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒന്നുകിൽ രേണുസുതി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉള്ള അപ്ഡേറ്റ്സ് അറിഞ്ഞതിന് ശേഷം സംസാരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. ഇതൊന്നിട്ട് അറിയൂല്ല. എന്നിട്ട് പണ്ട് നടന്ന എല്ലാവരും അറിഞ്ഞ സംഗതികൾ എന്തൊക്കെയോ വലിയ സംഭവം പോലെ വിളിച്ച് പറയുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അച്ഛൻ എല്ലാവരും ട്രോളുന്നത്. അത് അച്ഛൻ എന്ന് മനസ്സിലാവുന്നുള്ള എനിക്കറിയില്ല. ബാക്കി കേട്ടോക്കെ എന്തായാലും ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവര് പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തോണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തോണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഒന്നാമത് മദ്യപിച്ച് വാഹനം ഓടിച്ച കേസിലാണ് കിച്ചുവിന്റെ വണ്ടി പോലീസ് പിടിച്ചു വെച്ചേക്കുന്നത്. ആ സമയത്ത് കിച്ചുവിന് എന്തോ ലൈസൻസ് ഇല്ലാന്നും തോന്നുന്നു. ഇത് രണ്ടുമാകുന്ന സമയത്ത് വണ്ടി അത്ര പെട്ടെന്നൊന്നും വിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കണം കിച്ചു വണ്ടി എടുക്കാൻ പോവാത്തത്. അല്ലാണ്ട് ഇപ്പൊ എന്ത്, അവൻ ആ വണ്ടിയിൽ മയക്കുമരുന്നോ കഞ്ചാവൊന്നും കടത്താൻ നോക്കിയിട്ടില്ലല്ലോ. അങ്ങനെ വല്ല ശ്രമവും അവൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ. എന്റെ അറിവിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നുള്ള ഒരു കേസിലാണ് അവനെ പിടിച്ചിട്ടുള്ളത്. എന്തായാലും അച്ഛൻ ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു. എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. എന്തിന്? ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. ശരിയാണ്, അച്ഛൻ പറഞ്ഞ പോലെ തെറ്റ് കണ്ടാണെങ്കിൽ തെറ്റെന്ന് പറയുകയും വേണം, അതിനെ വിമർശിക്കുകയും വേണം. പക്ഷെ അച്ഛൻ ഇവിടെ ചെയ്തെന്താണ്? തെറ്റെന്താണ് ശരിയാണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരാളുടെ ഭാഗത്ത് നിന്ന് മറ്റേ ആളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ അച്ഛോ? അച്ഛൻ തന്നെ അതിന് മറുപടി പറ. എന്തായാലും ബാക്കി പറ അച്ഛൻ. എന്തായാലും നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അത് ശരി, അതിനിടയ്ക്ക് അതും സംഭവിച്ചോ? ഇത് ഞാനും പലയിടത്തുനിന്ന് കേട്ടിട്ടോ, കിച്ചുവിനെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം. പക്ഷെ അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒഫീഷ്യൽ എവിടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് ഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. കാരണം ഇത് എല്ലാ തവണ നടക്കുന്ന സംഗതിയാണ്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ എന്നെ സെലക്ട് ചെയ്തുകൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറെ ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുമാരെ തട്ടിവിടുന്ന സംഗതികളായിരിക്കും. സത്യം എന്താണെന്നുള്ളത് ആർക്കറിയാം. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ട്, നമുക്ക് കാത്തിരിക്കാം അല്ലേ? ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് കിച്ചുവിന് എന്തുകൊണ്ടും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ബാക്കി കേട്ടോക്കെ എന്തായാലും അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്. പോട്ടെ, ഞാൻ എന്തിനു കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാനൊരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്നത് ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് അന്നേരം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കൊടിത്താനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്?
ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. വണ്ടി എടുക്കാൻ ചെല്ലുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സംസാരം എന്താന്ന് വെച്ചാൽ, അതായത് ഫാദർ കിച്ചുവിനെ ഒരു ത്രെറ്റൻ Never, ചെയ്യുമായിരുന്നു. ഒരിക്കലും ഇല്ല. കുറെ കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട്, അതെന്താണെന്ന് ഫാദർ ഓപ്പൺ ഞാനിങ്ങനെ കേൾക്കുന്നത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു തിരിച്ചെടുത്ത് രേണുസുതിക്ക് കൊടുക്കുക. എന്തിന്? അല്ല, അങ്ങനെ ഒരു ടോക്ക് പൊതുവെ ഉണ്ട് കേട്ടോ. ആ സംശയം ഞാനും മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് രേണുപ്പ താമസിക്കുന്ന വീട് കിടക്കുന്ന സ്ഥലം, അതായത് ഈ ഫാദർ എഴുതി കൊടുത്ത സ്ഥലം ഋതപ്പനും കിച്ചുവിനും കൂടി അവകാശപ്പെട്ടതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കിച്ചുവിനെതിരെ ഈ ഫാദറിന് രേണുസുതി തിരിപ്പിച്ചത് ആ പ്രോപ്പർട്ടി പൂർണ്ണമായും രേണുവിന്റെ മകനായിട്ടുള്ള ഋതപ്പന്റെ പേരിലേക്ക് എഴുതി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊരു അശരീരി പൊതുവെ കേൾക്കുന്നുണ്ട്. അല്ല, ആളുകൾ അങ്ങനെ സംശയിക്കുന്നില്ല, നമുക്ക് തെറ്റു പറയാൻ പറ്റൂല. കാരണം ആ സ്ഥലത്തിന് ഓണർ ആയിട്ടുള്ള വ്യക്തി തന്നെ അതിലെ അവകാശികളായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ സംശയിച്ചതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല. എന്തായാലും ബാക്കി കേട്ടോ നോക്കാം. എന്തിന്? അതെ, അങ്ങനത്തെ രേണുസുതി വളരെ സെൻസിയർ ആയിട്ട് വേണം. രേണുസുതി ഒരിക്കൽ പോലും അങ്ങനെ ഒരു സ്ത്രീ അല്ല അവര്. അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രാഹുൽ ദാസിനെ പുറത്താക്കിയിട്ട് ആ പ്രോപ്പർട്ടി അവർക്കോ അവരുടെ കുഞ്ഞിനോ വേണമെന്നും പറഞ്ഞ് അവർ അതിനുവേണ്ടി എവിടെയും ഒരു ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ അത് അന്നും പറഞ്ഞു, എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞു. ഈ രാഹുൽ ദാസിന് നല്ല മനോഹരമായ ഒരു വീട് KHDC എന്ന് പറയുന്ന ഒരു സംഘടന പണിതു കൊടുത്തിട്ടുണ്ട്. ഫിറോസിന്റെ നേതൃത്വത്തിൽ KHDC എന്ന് പറയുന്ന ഒരു സംഘടന നല്ലൊരു വീട് അവിടെ പണിതു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ രാഹുൽ ദാസിന് അവിടെ വന്ന് സന്തോഷമായി താമസിക്കാം. അവൻ അവിടെ മനോഹരമായിട്ടൊരു റൂമുണ്ട്, സന്തോഷമായിട്ട് അവിടെ വന്ന് താമസിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു പ്രശ്നത്തിന് പോവുകയാണെങ്കിൽ എനിക്കും ആ കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ട് വരും. കാരണം ഒരു പോലീസ് ഇഷ്യൂസ് വന്നാൽ ഞാൻ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 15 വർഷത്തേക്ക് ഈ വസ്തുവിന്റെ ഉത്തരവാദിത്തം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്റെ പേരിലൂടെയാണ്. ഈ പ്രോപ്പർട്ടി ഇവർക്ക് ക്രയവിക്രയം ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഈ 15 വർഷത്തേക്ക് കൊച്ചുകുട്ടി മൈനറാണ്. രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസ് എന്നാണ്, മൈനറാണ്, 6.5 വയസ്സേ ഉള്ളൂ. ആ കുട്ടിക്ക് 18 വയസ്സ് വരെ ആ കുട്ടിയുടെ പ്രോപ്പർട്ടി വിറ്റുപോകാതിരിക്കുവാൻ ഇതിന്റെ ആധാരത്തിൽ ആ ഡോക്യുമെന്റ് ചെയ്തിരിക്കുമ്പോൾ അത് സെയിൽ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ കൂടെ ഉത്തരവാദിത്തപ്പെടുത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു, ആധാരം ഡോക്യുമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 15 വർഷത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും ഞാൻ ഉത്തരവാദിത്തമായിട്ട് കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് എന്നോട് ചോദിച്ചത് ബിഷപ്പിന് പറയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോഴാ പോലീസ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാൻ അതിൽ ഇടപെടേണ്ടതായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് അല്ല, ത്രെട്ടനിങ്ങും അല്ല. അത് ഫാദർ എന്തായാലും ഇപ്പൊ ആ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് ഇപ്പൊ ഉള്ള ഒരു ഇതിന്റെ അകത്ത്, അതായത് കുറെ കമന്റ്സിന്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു, രേണുസുതിയായിട്ട് ഫാദർ ഒത്തുചേർന്നിട്ട് ഇപ്പം ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് കിച്ചുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് ഇവരുടെ രണ്ടുപേരുടെയും പേരിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളി. ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അനേകർക്ക് സഹായം ചെയ്തു. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കിച്ചുവിൽ നിന്നും ആ സ്ഥലവും പ്രോപ്പർട്ടിയും തട്ടിയെടുക്കണം എന്നുള്ള ചിന്തയെ രേണുവിനില്ല എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഇതുവരെ തന്നോട് അതിനെക്കുറിച്ച് ആവശ്യപ്പെടുക പോലും രേണു ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഈ രോഗാവസ്ഥയിൽ എന്തായാലും രേണു അതിനു വേണ്ടി ആവശ്യപ്പെട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്ന് കരുതി ഭാവിയിൽ രേണു അത് ആവശ്യപ്പെടില്ല എന്നൊന്നും ഇല്ലല്ലോ. ഉള്ളത് പറയാലോ, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛനെ രേണുസുതി പറഞ്ഞു തിരിപ്പിച്ചതിന് പിന്നിൽ പ്രോപ്പർട്ടി തട്ടിയെടുക്കാനുള്ള ഒരു ദുരുദ്ദേശം ഇല്ലാതില്ല എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഇത് ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളത്. ഇതൊക്കെ കാണാൻ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും ഫാദറിന് പറയാനുള്ള ബാക്കി കേട്ടോക്കാം. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ. രാഹുൽ ദാസിനും ഋതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ആ സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. ജ്യേഷ്ഠ സ്ഥാനത്ത് എന്ന് വഴക്ക് പറഞ്ഞത് ഇത് ഒലക്കാണ്. ബിഷപ്പിന്റെ ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നും കിച്ചുവിനെ വഴക്ക് പറഞ്ഞതാണെന്നുള്ളത്. നിങ്ങൾ ലിറ്ററലി കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് വീഡിയോ കണ്ട ഏതൊരാൾക്കും മനസ്സിലാകും. ഇനി രേണുവിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാണെങ്കിൽ കിച്ചുവിന്റെ സകല കന്നം തിരിവുകളും ഞാൻ പുറത്ത് പറയും. കിച്ചുവിനെതിരെ നിയമപരമായി നീങ്ങും. കിച്ചുവിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണ് സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് വഴക്ക് പറയുന്ന പോലെ ആവുന്നത്? എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾ വഴക്ക് പറയുകയല്ലേ ചെയ്തത് അച്ചോ, നിങ്ങൾ ലിറ്ററലി ഭീഷണിപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. എന്തായാലും അച്ഛൻ ബാക്കി പറഞ്ഞാട്ടെ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശേൽ കയറ്റി നിർത്തിയിട്ട് രേണുസുതിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനല്ല നാണക്കെടേണ്ടതായിട്ട് വരുന്നത്. അതിപ്പോ ഞങ്ങൾക്ക് അറിയാം അച്ഛനല്ല ഇവിടെ നാണം കെടാൻ പോകുന്നുള്ളത്. പിന്നെ ഞങ്ങൾ ആരും ഇവിടെ കിച്ചുവിനെ പുണ്യാത്മാവാക്കി വെച്ചിട്ടുമില്ല. ഞങ്ങൾക്കും അറിയാം ഈ 18 വയസ്സിനുള്ളിൽ അവൻ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും കിച്ചുവിനെ പുണ്യാത്മാവായി കാണുന്നില്ല. പക്ഷെ കാര്യം അറിയാതെ ഒരുത്തനെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു. അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അച്ഛൻ കാര്യം അറിഞ്ഞിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് കാര്യം അറിയാതെ ഒരാളെ ക്രൂശിക്കുമ്പോൾ നമ്മൾ കൈ കെട്ടി നോക്കിക്കണോ? എന്തായാലും അച്ഛൻ ബാക്കി പറഞ്ഞാട്ടെ. ഫാദർ എപ്പോഴെങ്കിലും ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണുസുദിനോ അല്ലെങ്കിൽ രേണുസുദിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണുസുദിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല.
നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒപ്പിക്കാൻ വല്ല പ്രയാസമാണോ? സുഖമായിട്ട് ഒപ്പിക്കാൻ പറ്റും. അപ്പൊ ഇന്നേ വരെ കിച്ചുവായിട്ട് വിളിച്ചൊരു ഫോണിൽ സംഭാഷണം പോലും നടത്തിയിട്ടില്ല ഈ പറയുന്ന അച്ഛൻ. എന്നിട്ടാണ് കിച്ചുവിനെതിരെ വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരാളുടെ ഭാഗം കേട്ട് അയാളുടെ ഭാഗത്ത് നിന്ന് ലിറ്ററലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അച്ഛൻ ഇപ്പോഴും സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. രേണുവിന്റെ വാക്കും കേട്ട് രേണുവിന് വേണ്ടി എന്തൊക്കെയോ പറയുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ എല്ലാവരും ക്രൂശിക്കുന്നത്. എന്തായാലും അച്ഛനെ വായിൽ നിന്ന് എങ്ങനെ ഒരു വാക്ക് വന്നല്ലോ, ഞാൻ കിച്ചുവിനെ വിളിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത്. സന്തോഷം. ബാക്കി പറ അച്ഛൻ എന്തായാലും. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വ്ളോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമില്ല അത്. കാരണം നിങ്ങളടക്കമുള്ള ആളുകൾ സത്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, അവന്റെ ഭാഗം പോലും കേൾക്കാതെ അവനെ ക്രൂശിക്കുമ്പോൾ അവന് വേണ്ടി സംസാരിക്കാനും അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയല്ലേ? രണ്ടു ഭാഗത്തുനിന്ന് സംസാരിക്കാൻ ആൾക്കാർ വരട്ടെ. അല്ലാതെ ഇവിടെ രേണുസുദ്ധിന്റെ ഭാഗം മാത്രം കേട്ട് രേണുസുദ്ധിക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ പറ്റുന്നൊക്കെ വാശി പിടിക്കാൻ പറ്റുമോ? അത് ശരിയായിട്ടുള്ള പ്രവണതയല്ലല്ലോ. അച്ഛൻ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ ഞാൻ അവരെ വിളിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞത് ഇനിയും ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വാണിംഗ് ആയിട്ട് ആ പയ്യന് തോന്നിയെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അത് ആ പയ്യന് മാത്രമല്ല, കേട്ട എല്ലാവർക്കും ഒരു വാണിംഗ് അല്ലെങ്കിൽ ഭീഷണി ആയിട്ടാണ് തോന്നിയത്. കാരണം അച്ഛന്റെ ഭാഷ അത്രക്കും മോശമായിരുന്നു ഉള്ളത് പറയാലോ. അത് കേൾക്കുന്ന ഒരാൾക്ക് പോലും വാണിംഗ് അല്ലാതെ തോന്നാതിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇനിയും അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിലെ മെയിൻ കാര്യങ്ങൾ മാത്രമേ ഇവിടെ എടുത്ത് കാണിച്ചിട്ടുള്ളൂ. എന്തായാലും അച്ഛൻ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമല്ലോ. അച്ഛൻ ഒന്നും അറിയാതാണ് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തിയത്. ആ ചെക്കൻ അച്ഛൻ വിളിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും ഇത്രയുമായ സാഹചര്യത്തിൽ എനിക്ക് അച്ഛനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവ് ചെയ്ത് ആ കിച്ചുവിനൊന്ന് ഫോൺ ചെയ്യും, എന്നിട്ട് അവന്റെ ഭാഗം ഒന്ന് കേൾക്കാൻ തയ്യാറായി. എന്നിട്ട് വേണമെങ്കിൽ അച്ഛൻ അവനെതിരെ സംസാരിച്ചോ. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരു ന്യായമുണ്ട്. അല്ലാതെ രേണുവിന്റെ ഭാഗം മാത്രം കേട്ട് ആ പയ്യനെ ക്രൂശിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഉറപ്പായും ഇവിടെ പൊതുജനം ആ പയ്യന്റെ കൂടെ നിൽക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.